Dear students, +1 മാത്തമാറ്റിക്സ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സെറ്റ് ഓപ്പറേഷൻസിലുള്ള ഡിഫറൻസ് ഓഫ് സെറ്റ്സ്, അതിൻ്റെ തുടർച്ചയായിട്ട് വരുന്ന കോംപ്ലിമെൻറ്റ് ഓഫ് എ സെറ്റ്, ഈ രണ്ട് ടോപ്പിക്കാണ് കവർ ചെയ്യുന്നത്. ആദ്യത്തെ ക്ലാസ്സുകളൊക്കെ തുടർച്ചയായിട്ട് കാണണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ ആദ്യത്തെ ടോപ്പിക്ക് ഡിഫറൻസ് ഓഫ് സെറ്റ്സ് ആണ്. അതായത് രണ്ട് സെറ്റുകൾ തന്നിരുന്നാൽ അതിൻ്റെ ഒന്നാമത്തെ സെറ്റിൽ നിന്ന് രണ്ടാമത്തെ സെറ്റ് എങ്ങനെ മൈനസ് ചെയ്യാം, സബ്ട്രാക്റ്റ് ചെയ്യാം, ആ ഓർഡറിൽ എ മൈനസ് ബി, അല്ലെങ്കിൽ മറ്റൊരു രീതിയിലാണെങ്കിൽ ബി മൈനസ് എ എങ്ങനെ കണ്ടുപിടിക്കാം. അതാണ് നമ്മൾ ഇന്നത്തെ ആദ്യത്തെ ടോപ്പിക്ക്. നമുക്ക് ആ ടോപ്പിക്കിലേക്ക് പോകാം. രണ്ട് സെറ്റുകൾ ക്യാപിറ്റൽ എയും ക്യാപിറ്റൽ ബിയും തന്നിട്ടുണ്ടെന്ന് കരുതുക. യു ആർ ഗിവൺ ടു സെറ്റ്സ് ക്യാപിറ്റൽ എ ആൻഡ് ക്യാപിറ്റൽ ബി, ആൻഡ് എ മൈനസ് ബി മീൻസ് ദി സെറ്റ് ഓഫ് ഓൾ എലമെൻറ്റ്സ് വിച്ച് ബിലോങ് ടു എ ബട്ട് നോട്ട് ബിലോങ്സ് ടു ബി. ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എ എന്ന് പറയുന്ന സെറ്റും ബി എന്ന് പറയുന്ന സെറ്റും തന്നിട്ടുണ്ട്. നമുക്ക് കാണേണ്ടത് എ മൈനസ് ബി in the same order, A first and B second. A minus B. A minus B contains those elements in A which are not in B. അതായത് എയിലുള്ള എലമെൻറ്റ്സ് ആയിരിക്കും, പക്ഷേ ബിയിൽ ഇല്ലാത്ത എയിലുള്ള എലമെൻറ്റ്സ്. അവിടെയാണ് ആ ഇമ്പോർട്ടൻസ്. അപ്പോൾ നമ്മളതിനെ എ മൈനസ് ബിയെ സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതുമ്പോൾ എ മൈനസ് ബി ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് x belongs to A and the same time x not belongs to B. അതായത് എയിൽ ഉണ്ടായിരിക്കുകയും പക്ഷേ ബിയിൽ ഇല്ലാത്തതുമായ എലമെൻറ്റ്സ് ആണ് എ മൈനസ് ബിയിൽ ഉണ്ടാവുക. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. സപ്പോസ് യു ആർ ഗിവൺ ദി സെറ്റ് ക്യാപിറ്റൽ എ ആസ് 1, 2, 3, 4 ആൻഡ് ബി ഈക്വൽ ടു 3, 5, 7, 9. B is the set 3, 5, 7, 9. Then A minus B. ആ ഓർഡറിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. എയിൽ നിന്ന് ബി ആണ് നമ്മൾ മൈനസ് ചെയ്യുന്നത്. ദെൻ ലുക്ക് അറ്റ് ദി സെറ്റ് ബി, സെറ്റ് എ. ലുക്ക് അറ്റ് ദി സെറ്റ് എ, ദാറ്റ് മീൻസ് ദി ഫസ്റ്റ് സെറ്റ്. ഫസ്റ്റ് സെറ്റിലേക്ക് നമ്മൾ നോക്കുക. എയിൽ നിന്ന് നമുക്ക് ബി എ ആണ് മൈനസ് ചെയ്യേണ്ടത്. ഫസ്റ്റ് സെറ്റിൽ ബിയിലുള്ള എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ അതിനെ റിമൂവ് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് സെറ്റിൽ ബിയിലുള്ള എലമെൻറ്റ്സ് ആരാ ഉള്ളത്? 3 മാത്രമേ ഉള്ളൂ. അപ്പോൾ ബാക്കിയുള്ള എലമെൻറ്റ്സ് ആണ് നമ്മൾ എഴുതേണ്ടത് 1, 2, 4. ദഫോർ എ മൈനസ് ബി ഈക്വൽ ടു സെറ്റ് 1, 2, 4. ദെൻ വാട്ട് അബൌട്ട് ബി മൈനസ് എ? നിങ്ങളോട് ആവശ്യപ്പെട്ടത് ബി മൈനസ് എ കാണാനാണെങ്കിൽ ബി മൈനസ് എ ഈക്വൽ ടു ലുക്ക് അറ്റ് ദി സെറ്റ് ബി. നമ്മൾ ഈ എ മൈനസ് ബി, ബി മൈനസ് എ എന്ന് പറയുമ്പോൾ ആദ്യത്തെ സെറ്റ്, അതിൽ വരുന്ന ആദ്യത്തെ സെറ്റാണ് നമ്മൾ നോക്കേണ്ടത്. എ മൈനസ് ബിയിൽ ആദ്യത്തെ സെറ്റ് എ നോക്കുക. എയിൽ നിന്നും ബിയിലുള്ള എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ അതിനെ മാറ്റുക. അപ്പോൾ എ മൈനസ് ബി ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു എ ആൻഡ് എക്സ് നോട്ട് ബിലോങ്സ് ടു ബി. ദഫോർ ദി എലമെൻറ്റ്സ് ഇൻ എ മൈനസ് ബി ആർ 1, 2, 4 that are not in B. Therefore B minus A, I will write B minus A. B minus A is the set. ലുക്ക് അറ്റ് ദി സെറ്റ് ബി. ബിയിൽ നോക്കുക. ബിയിൽ എയിൽ ഇല്ലാത്ത എലമെൻറ്റ്സ് ആണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ 3 ഈസ് ഇൻ എ ഓൾസോ. ദഫോർ വി കാൻ റൈറ്റ് 3. 5 ഈസ് ദി എലമെൻറ്റ് ഇൻ ബി ഓൺലി. ദഫോർ വി ക്യാൻ റൈറ്റ് 5. 7 again 7. 9 also. Therefore our B minus A is set 5, 7, 9. അപ്പോൾ ബി മൈനസ് എ എന്ന് പറയുമ്പോൾ ബിയിൽ ഉണ്ടായിരിക്കുകയും എയിൽ ഇല്ലാത്തതുമായ എലമെൻറ്റ്സ് ആണ് ബി മൈനസ് എ. എ മൈനസ് ബി എന്ന് പറയുമ്പോൾ എയിൽ ഉണ്ടായിരിക്കുകയും ബിയിൽ ഇല്ലാത്തതുമായ എലമെൻറ്റ്സ് ആണ് എ മൈനസ് ബി. ക്ലിയർ ആയിട്ടുണ്ടാവുമല്ലോ ഐഡിയ എന്താണെന്ന്. അപ്പോൾ എ മൈനസ് ബിയും ബിയും ഒരിക്കലും രണ്ടും ഈക്വൽ ആവുന്നില്ല. രണ്ട് സെറ്റും എ മൈനസ് ബിയും ബി മൈനസ് എയും ഈക്വൽ അല്ല. ജനറലി ദേ ആർ നോട്ട് ഈക്വൽ. ഇനി നമുക്കതിൻ്റെ വെൻ ഡയഗ്രം ഒന്ന് നോക്കാം, എങ്ങനെയുണ്ടാവുമെന്ന്. വെൻ ഡയഗ്രം. ലുക്ക് അറ്റ് ദി വെൻ ഡയഗ്രം. ഹിയർ
U is the universal set, A is the set, and B is the green color set. A is the blue color set and B is the green color set. Then look at the shaded portion. എയിൽ ബിയിലുള്ള കുറച്ച് എലമെൻറ്റ്സ് എയിലുണ്ട് അല്ലേ? ഈ പോർഷൻ എയിലും ബിയിലുള്ളതാണല്ലോ. അപ്പോൾ അതിനെ നമ്മൾ മാറ്റിയിട്ട് ബാക്കി ഭാഗം ഷെയ്ഡ് ചെയ്യുന്നു. ദാറ്റ് ഈസ് എ മൈനസ് ബി. അപ്പോൾ എ മൈനസ് ബി എപ്പോഴും എ എന്ന സെറ്റിൻ്റെ ഭാഗമായിട്ടാണ് വരുന്നത്, സബ്സെറ്റായിട്ടാണ് വരുന്നത് എ മൈനസ് ബി. അപ്പോൾ എ മൈനസ് ബിയെ നമുക്ക് ഷെയ്ഡ് ചെയ്ത് ഇവിടെ ബ്ലൂ കളറിൽ കാണിച്ചിട്ടുണ്ട്. എ എന്ന് പറയുന്ന സെറ്റിൻ്റെ ഭാഗമായിട്ടാണ് എ മൈനസ് ബി വരിക. ഇനി നമുക്ക് ഇതിനകത്ത് ബിയിലുള്ള എലമെൻറ്റ്സ് ഒന്നും ഈ എ മൈനസ് ബിയിൽ ഇല്ലല്ലോ. അപ്പോൾ എ മൈനസ് ബി ഈസ് ദി സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു എ ആൻഡ് എക്സ് നോട്ട് ബിലോങ്സ് ടു ബി. അപ്പോൾ ഇവിടെ എ മൈനസ് ബിനെ നമ്മൾ ഷെയ്ഡ് ചെയ്ത് കാണിക്കുന്നത് ഈ പോർഷനാണ് എ മൈനസ് ബി. ഇനി ബി മൈനസ് എ ഷെയ്ഡ് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും നമുക്ക് നോക്കാം. ബി മൈനസ് എ ഷെയ്ഡ് ചെയ്താൽ അതിങ്ങനെ ഉണ്ടാവും. അതായത് യൂണിവേഴ്സൽ സെറ്റ് ഉണ്ട്, നമുക്ക് എ ബ്ലൂ കളറിലുണ്ട്, ബി ഗ്രീൻ കളറിലുണ്ട്. അപ്പോൾ ബി മൈനസ് എ, ബി നോക്കണം, ബിയിനകത്തുനിന്ന് എയുടെ പോർഷൻ, ഈ പോർഷനാണ് എയിൽ, എയുടെ ഭാഗം എവിടെയാണ് വരുന്നത്, അത് മാറ്റി നമ്മൾ ബാക്കി ഭാഗമാണ് ഷെയ്ഡ് ചെയ്തിട്ടുള്ളത്. ഇത് ബി മൈനസ് എ ആണ്. അപ്പോൾ എ മൈനസ് ബിയും ബി മൈനസ് എയും നന്നായിട്ട് മനസ്സിലാക്കുക. ഇനി നമുക്ക് അടുത്ത ഒരു വെൻ ഡയഗ്രം ശ്രദ്ധിക്കാം. ഇതിൽ എ ഒരു സെറ്റുണ്ട്, ബി മറ്റൊരു സെറ്റുണ്ട്. നമുക്കറിയാം എ യൂണിയൻ ബി എന്ന് പറയുന്നത് ഇത് മുഴുവനും ഈ കളർ ചെയ്ത പോർഷൻസ് മൊത്തത്തിലാണ് നമ്മൾ എന്ത് വരുന്നത്, എ യൂണിയൻ ബി. നമ്മൾ ആദ്യത്തെ യൂണിയൻ ഓഫ് സെറ്റ്സിൽ പഠിച്ചു കഴിഞ്ഞതാണ്. ഇനി ഇതിൽ എ മൈനസ് ബി ഞാൻ ബ്ലൂ കളറിൽ ഷെയ്ഡ് ചെയ്യുന്നു, ബി മൈനസ് എ ഗ്രീൻ കളറിൽ ഷെയ്ഡ് ചെയ്യുന്നു. നടുക്കൊരു പോർഷൻ ഉണ്ട് അല്ലേ, അത് നമുക്കറിയാം എന്താണത്, ഇൻ്റർസെക്ഷൻ ഓഫ് എ ആൻഡ് ബി ആണ് ഈ പോർഷനായിട്ട് വരുന്നത്, ഈ കളറിലുള്ളത്. അപ്പോൾ ഇവിടെ എ ഇൻ്റർസെക്ഷൻ ബി ആണ്, ഈ ഗ്രീൻ കളറുള്ളത് ബി മൈനസ് എ ആണ്, ബ്ലൂ കളറുള്ളത് എ മൈനസ് ബി ആണ്. Therefore we can say that A union B is the union of three disjoint sets, mutually disjoint sets, which are they A minus B, B minus A, A intersection B. അതായത് ഈ ബ്ലൂ കളറിലും ഗ്രീൻ കളറിലും അതുപോലെ നടുക്ക് വരുന്ന ഈ പോർഷനും മൂന്നും പെയർ വൈസ് ഡിസ്ജോയിൻ്റ് ആണ്. ഓരോ രണ്ടെണ്ണം എടുത്തു കഴിഞ്ഞാൽ കോമൺ പോർഷൻ വരുന്നില്ലല്ലോ, എല്ലാം ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഈ മൂന്ന് സെറ്റുകൾ എ യൂണിയൻ ബിയുടെ സബ്സെറ്റായിട്ട് വരുന്ന മ്യൂച്വലി ഡിസ്ജോയിൻറ്റ് സെറ്റ്സ് ആയിട്ട് നമുക്ക് പറയാം. അതായത് ഇത് മൂന്നും കൂടി യൂണിയൻ എടുത്താൽ നമുക്ക് ആരെ കിട്ടും, എ യൂണിയൻ ബി എടുക്കും. ഓരോ രണ്ടെണ്ണം വീതം എടുക്കുകയാണെങ്കിൽ അവ മ്യൂച്വലി ഡിസ്ജോയിൻ്റ് ആണ്. അപ്പോൾ ഈ ഇൻ്റർസെക്ഷൻ എടുക്കുകയാണെങ്കിൽ കോമൺ പോർഷൻ വരുന്നില്ല. ഇനി കുറച്ച് എക്സാമ്പിൾസിലൂടെ നമുക്ക് എ മൈനസ് ബിയും ബി മൈനസ് എയും എങ്ങനെ കണ്ടുപിടിക്കും നോക്കാം. ഒന്നാമത്തെ എക്സാമ്പിൾ, ക്യാപിറ്റൽ എ ഈക്വൽ ടു 1 2 3 4, capital B equal to 1 4 6. Then how will you find out A minus B and B minus A? Then first we write A minus B. A minus B is equal to, look at the set A. എയിൽ നോക്കുക, എയിൽ നിന്നും ബിയിലുള്ള എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ ഒഴിവാക്കണം അല്ലേ. അപ്പോൾ 1 ബിയിലുണ്ട്, 2 ബിയിലില്ല, therefore we can write 2. 3 ബിയിലില്ല, therefore we can write 3 also. 4 ബിയിലുണ്ട്, അപ്പോൾ ബി എഴുതാം, ബിയിലുള്ള 4നെ എഴുതാൻ പറ്റില്ല. അപ്പോൾ എ മൈനസ് ബി എങ്ങനെ എഴുതാം, സെറ്റ് 2, 3. ദെൻ ബി മൈനസ് എ, എങ്ങനെ ബി മൈനസ് എ എഴുതുന്നത്, ബിയിലാണ് നോക്കേണ്ടത്. ബിയിൽ നോക്കുക, ബിയിൽ നിന്ന് എയിലുള്ള എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ ഒഴിവാക്കണം. അപ്പോൾ 1 എയിലുണ്ട്, അതുപോലെ 4 എയിലുണ്ട്. ഇപ്പോൾ 1ഉം 4ഉം എഴുതാൻ പറ്റില്ല. പിന്നെ 6 ഉള്ളത്, 6 എയിലില്ല, therefore we can write 6. therefore B minus A is സെറ്റ് 6 ആണ്. അപ്പോൾ ഇങ്ങനെയാണ് ബി മൈനസ് എ കാണുന്നത്. ഇനി അടുത്തൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. അടുത്തൊരു എക്സാമ്പിൾ, എ ഈക്വൽ ടു 0 1 2, സെറ്റ് 0 1 2, ബി ഈക്വൽ ടു 5 ആണ്. therefore എ മൈനസ് ബി, എ മൈനസ് ബി ഈക്വൽ ടു, എയിൽ നോക്കുക, എയിൽ ബിയിൽ ഒരു എലമെൻറ്റും ഇല്ല, therefore our answer is 0 1 2. കുറച്ചുകൂടി ചുരുക്കിയിട്ടാണെങ്കിൽ നമുക്ക് വീണ്ടും എ തന്നെ എഴുതാം. എ മൈനസ് ബി എ തന്നെ ആയിരിക്കും. അതായത് ബി 5 ആണ്, ബിയിൽ എലമെൻറ്റ്സ് ഒന്നുമില്ല. അപ്പോൾ എ മൈനസ് ബി എന്ന് പറയുന്നത് എന്ത് തന്നെയായിരിക്കും, എ ആയിരിക്കും. ഇനി ബി മൈനസ് എ നോക്കാം. ബി മൈനസ് എ ഈക്വൽ ടു, നമ്മൾ ബിയിലാണ് നോക്കേണ്ടത്. അപ്പോൾ ബിയിൽ
എലമെൻറ്റ്സ് ഒന്നുമില്ല. അപ്പോൾ എയിലുള്ള എലമെൻറ്റ്സിനല്ലേ ഒഴിവാക്കേണ്ടത്, ബിയിൽ എലമെൻറ്റ്സ് ഒന്നും ഇല്ലല്ലോ. അപ്പോൾ നമുക്കതിനെ വീണ്ടും എന്തെഴുതാം, 5 തന്നെയായിരിക്കും. എലമെൻറ്റ്സ് ഒന്നും ഒഴിവാക്കാനില്ല, ബിയിൽ എലമെൻറ്റ്സേ ഇല്ല. അപ്പോൾ വി ക്യാൻ റൈറ്റ് b മൈനസ് എ ഈക്വൽ ടു 5. ഇനി അടുത്ത ഒരു എക്സാമ്പിൾ, മൂന്നാമത്തെ ഒരു എക്സാമ്പിൾ നോക്കാം. സെറ്റ് എ ബി സി ആൻഡ് സെറ്റ് ഡി ഇ എഫ്. ബി ഈസ് ദി സെറ്റ് ഓഫ് എലമെൻറ്റ്സ് ഡി ഇ എഫ്. ഈ രണ്ട് സെറ്റിന് ഒരു പ്രത്യേകതയുണ്ട്. എയിലുള്ള ഒരു എലമെൻറ്റ് പോലും ബിയിലില്ല, അതുപോലെ ബിയിലുള്ള ഒരു എലമെൻറ്റ് പോലും എയിലും ഇല്ല. നമ്മളിതിൻ്റെ ഇൻ്റർസെക്ഷൻ എടുക്കുമ്പോൾ എന്താ കിട്ടുക, നൾ സെറ്റാണ് കിട്ടുക അല്ലേ. എ ഇൻ്റർസെക്ഷൻ ബി നൾ സെറ്റാണ്. അപ്പോൾ അങ്ങനെയുള്ള സെറ്റുകൾ വരുമ്പോൾ എങ്ങനെ എ മൈനസ് ബി എഴുതുന്നത് ശ്രദ്ധിക്കുക. പലപ്പോഴും കുട്ടികൾക്ക് തെറ്റിപ്പോകുന്ന ഒരു കേസാണ് ഇങ്ങനെയുള്ളത്. അപ്പോൾ എ മൈനസ് ബി നമ്മൾ എഴുതുമ്പോൾ എ മൈനസ് ബി എഴുതുമ്പോൾ എയിലേക്കാണ് നോക്കേണ്ടത് അല്ലേ. എയിലേക്ക് ആദ്യം നോക്കുന്നു. എയിൽ ബിയിലുള്ള എലമെൻറ്റ്സ് ഒന്നുമില്ല. അപ്പോൾ എയിലുള്ള എലമെൻറ്റ്സ് എല്ലാം തന്നെ നമ്മൾ എ മൈനസ് ബിയിനകത്ത് വരും. അപ്പോൾ എങ്ങനെ എഴുതാം, സെറ്റ് എ ബി സി. കാരണം ഈ എലമെൻറ്റ്സ് ഒന്നും തന്നെ ബിയിലില്ല. അപ്പോൾ എ മൈനസ് ബി സി ഈക്വൽ ടു എ ബി സി, ദാറ്റ് മീൻസ് സെറ്റ് എ ആണ് വരിക. അതേപോലെ ബി മൈനസ് എ എഴുതുമ്പോഴും ഇതേപോലെ തന്നെ വരും. നമ്മൾ ബിയിലേക്ക് നോക്കുന്നു. ബിയിലുള്ള ഒരു എലമെൻറ്റ് പോലും എയിലേക്കില്ല. അപ്പോൾ ബിയിൽ നിന്നും എല്ലാ എലമെൻറ്റും നമ്മൾ ബി മൈനസ് എയിലേക്ക് എഴുതണം. അപ്പോൾ സെറ്റ് ഡി ഇ എഫ്. ഈ എലമെൻറ്റ്സ് ഒന്നും തന്നെ എയിലില്ല. അപ്പോൾ വി ക്യാൻ റൈറ്റ് ബി മൈനസ് എ ഈക്വൽ ടു സെറ്റ് ഡി ഇ എഫ്. ഷോർട്ടാക്കിയിട്ട് എഴുതുകയാണെങ്കിൽ ബി തന്നെ നമുക്ക് എഴുതാം. അപ്പോൾ ഇത്രയും എക്സാമ്പിൾസിൽ നിന്നും നമ്മൾ ബി മൈനസ് എയും എ മൈനസ് ബിയും എങ്ങനെയൊക്കെയാണ് വരുന്നതെന്ന് നന്നായിട്ട് മനസ്സിലാക്കുക. അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് കോംപ്ലിമെൻറ്റ് ഓഫ് എ സെറ്റാണ്. എന്താണ് കോംപ്ലിമെൻ്റ് എന്ന് നമുക്ക് നോക്കാം. കോംപ്ലിമെൻറ്റ് ഓഫ് എ സെറ്റ്. എന്താണ് കോംപ്ലിമെൻറ്റ് ഓഫ് എ സെറ്റ്? ഒരു സെറ്റിൻ്റെ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ ഇവിടെ നമുക്ക് ഒരു സെറ്റേ തരുന്നു. വി കൺസിഡർ ദി സെറ്റ് ക്യാപിറ്റൽ എ ആൻഡ് ദി യൂണിവേഴ്സ് സെറ്റ് ഓൾസോ. ഏതൊരു സെറ്റ് എ എടുത്താലും അതിനൊരു യൂണിവേഴ്സ് സെറ്റ് നമുക്ക് അസ്യൂം ചെയ്യാൻ പറ്റും. ആ യൂണിവേഴ്സ് സെറ്റും എയും തന്നിരുന്നാൽ എയുടെ കോംപ്ലിമെൻറ്റ് എന്ന് പറയുന്നത് എയിലില്ലാത്ത യുവിലുള്ള എലമെൻറ്റ്സ്. അപ്പോൾ ഇപ്പം നമ്മൾ പഠിച്ച ഡിഫറൻസ് ഓഫ് സെറ്റ്സുമായിട്ട് ഇതിനെ നമുക്കൊന്ന് കണക്ട് ചെയ്യാൻ പറ്റും. അവിടെ എയിലില്ലാത്ത യുവിലുള്ള എലമെൻറ്റ്സ് എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതാണ് എയുടെ കോംപ്ലിമെൻറ്റ്. അതിൻ്റെ നൊട്ടേഷൻ ഇങ്ങനെയാണ്, എ കോംപ്ലിമെൻറ്റ്. ഇതാണ് അതിൻ്റെ സിമ്പൽ. എ കോംപ്ലിമെൻറ്റ് ഈസ് ഈക്വൽ ടു എയിൽ ഇല്ലാത്ത യുവിലുള്ള എലമെൻറ്റ്സ്. അപ്പോൾ യുവിൽ നിന്നും നമ്മൾ എ മൈനസ് ചെയ്താൽ മതിയല്ലോ അല്ലേ. യു മൈനസ് എ ആണ് എ കോംപ്ലിമെൻ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. അതിനെ നമ്മൾ സെറ്റ് ഫോമിലേക്ക് എഴുതുവാണെങ്കിൽ, സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതുവാണെങ്കിൽ, സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു യു ആൻഡ് എക്സ് നോട്ട് ബിലോങ്സ് ടു എ. ഇങ്ങനെയാണ് നമുക്ക് ആ സെറ്റ് കിട്ടുക. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, കോംപ്ലിമെൻ്റ് ഓഫ് എ സെറ്റ് എ മീൻസ് ദി സെറ്റ് ഓഫ് ഓൾ എലമെൻറ്റ്സ് ഇൻ യു വിച്ച് ആർ നോട്ട് ഇൻ എ. എയിലില്ലാത്ത യുവിലുള്ള എലമെൻറ്റ്സ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ സെറ്റ് ബിൽഡർ ഫോമിൽ അതിനെ എഴുതുന്നത്. എ കോംപ്ലിമെൻറ്റ്, ദിസ് ഇസ് ദി നൊട്ടേഷൻ ഫോർ എ കോംപ്ലിമെൻറ്റ്. എ കോംപ്ലിമെൻറ്റ് ഈസ് ആക്ച്വലി യു മൈനസ് എ. യുവിലുള്ള എലമെൻ്റാണ്, പക്ഷേ എയിൽ ഇല്ലാത്തത്. അതാണ് യു മൈനസ് എ. Therefore, we can write set of all x such that x belongs to u and x not belongs to capital A. ഇതിൻ്റെ വെൻ ഡയഗ്രം നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. വെൻ ഡയഗ്രം എന്തായിരിക്കും എന്ന് നോക്കുക. നമ്മുടെ യൂണിവേഴ്സ് സെറ്റിനെ നമ്മൾ വരച്ചിട്ടുണ്ട് റെക്റ്റാങ്കുലർ ഷേപ്പിൽ. അതിൻ്റെ ഒരു സബ്സെറ്റ് ആയിരിക്കുമല്ലോ നമ്മുടെ സെറ്റ് എ അല്ലേ. എ യൂണിവേഴ്സ് സെറ്റിൻ്റെ സബ്സെറ്റാണ്. അപ്പോൾ അതിനുള്ളിലാണ്, ആ ബോക്സിനുള്ളിലാണ് നമുക്ക് യൂണിവേഴ്സ് സെറ്റിനകത്താണ് സബ്സെറ്റായിട്ടുള്ള എ വരുന്നത്. ഇനി എയിലില്ലാത്ത യുവിലുള്ള എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ അത് എക്ക് പുറത്തായിരിക്കും അല്ലേ. നമ്മളിപ്പോൾ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഈ ഭാഗം നോക്കുക, യെല്ലോ കളറിൽ. ഈ പോർഷൻ ആയിരിക്കും ആര്, എ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്ന സെറ്റ്. അപ്പോൾ യുവിലുള്ള മെമ്പേഴ്സാണ് ഈ അകത്തിരിക്കുന്ന മുഴുവൻ. പക്ഷേ എയിൽ ഇല്ലാത്ത യുവിലുള്ള മെമ്പേഴ്സ് എന്ന് പറയുമ്പം എയുടെ പുറത്തെ ഭാഗമാണ് എ കോംപ്ലിമെൻ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ വെൻ ഡയഗ്രത്തിൽ വളരെ കൃത്യമായിട്ട് യെല്ലോ കളറിൽ
മാർക്ക് ചെയ്തിട്ടുള്ളത് എന്താണ്? എ കോംപ്ലിമെൻ്റ് ആണ്. അടുത്ത ഒരു എക്സാമ്പിൾസിൽ നമുക്ക് നോക്കാം. ക്യാപിറ്റൽ യു ഈസ് ഗിവൺ ആസ് സെറ്റ് 1, 2, 3, 4, 5, 6, 7, 8 ആണ്. ക്യാപിറ്റൽ എ 1, 3, 5, 7 ആൻഡ് ക്യാപിറ്റൽ ബി 2, 4, 6, 8 ആൻഡ് ക്യാപിറ്റൽ സി 2, 3, 5, 7 ആണ്. നമുക്കിത് ഈ 3 സെറ്റുകളുടെയും കോംപ്ലിമെൻ്റ് ഒന്ന് എഴുതി നോക്കാം. അപ്പോൾ കോംപ്ലിമെൻ്റ് എഴുതണമെങ്കിൽ നമുക്ക് സെറ്റും അതിൻ്റെ യൂണിവേഴ്സ് സെറ്റും വേണം. അപ്പോൾ ഈ യൂണിവേഴ്സ് സെറ്റിൻ്റെ സബ്സെറ്റുകളാണ് ഈ തന്നിട്ടുള്ളതൊക്കെ തന്നെ. അപ്പോൾ ഈ ഒരു യൂണിവേഴ്സ് സെറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്കിതിൻ്റെ കോംപ്ലിമെൻ്റ് എഴുതാം. അപ്പോൾ എയുടെ കോംപ്ലിമെൻ്റ് എ കോംപ്ലിമെൻ്റ് ഈക്വൽ ടു ഏതൊക്കെയായിരിക്കും വരിക? എയിലില്ലാത്ത യുവിലുള്ള എലമെൻറ്റ്. അപ്പോൾ 1 നമുക്ക് എയിലുണ്ട്, 1 അപ്പോൾ ഇത് എ കോംപ്ലിമെൻറ്റിൽ ഉണ്ടാവില്ല. 2 എയിലില്ല, അപ്പോൾ 2 എഴുതണം. 2, 3 ഉണ്ട്, പറ്റില്ല. 4 എഴുതാം. 5 എയിലുണ്ട്, അപ്പോൾ അത് പറ്റില്ല. 6 എയിലില്ല, അപ്പോൾ അത് പറ്റും. 7 എയിലുണ്ട്, അത് പറ്റില്ല. 8 എയിലില്ല. അപ്പോൾ ഇത്രയും എലമെൻറ്റ്സാണ് എ കോംപ്ലിമെൻറ്റിൽ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ബി കോംപ്ലിമെൻ്റ് എങ്ങനെ എഴുതാം? ബി കോംപ്ലിമെൻ്റ് ഈക്വൽ ടു ബിയിലില്ലാത്ത യുവിലുള്ള എലമെൻറ്റ്സ്. അപ്പോൾ ബിയിലില്ലാത്ത യുവിലുള്ള എലമെൻറ്റ്സ് നോക്കുമ്പോൾ 2 ബിയിലുണ്ട്, അപ്പോൾ 1 ഇല്ല, അപ്പോൾ 1 എഴുതാം. പിന്നെ ആരൊക്കെ എഴുതാം? 4 ബിയിലില്ലാത്ത നമുക്ക് എഴുതണ്ട, അപ്പോൾ 2 എഴുതാൻ പറ്റില്ല. 1 എഴുതാൻ പറ്റും, 2 എഴുതാൻ പറ്റില്ല. 3യോ? 3 ബിയിലില്ലല്ലോ, അപ്പോൾ 3 എഴുതാം. പിന്നെ 5 ബിയിലില്ല, 5 എഴുതാം. 6 ബിയിൽ ഉണ്ട്, അപ്പോൾ നമുക്ക് എഴുതാൻ പറ്റില്ല. 7 ബിയിലില്ല, അപ്പോൾ 7 എഴുതാം. 8 ബിയിലുണ്ട്, എഴുതാൻ പറ്റില്ല. അപ്പോൾ ബി കോംപ്ലിമെൻറ്റിൽ വരുന്ന എലമെൻറ്റ്സ് 1, 3, 5, 7 ഇത്രയും എലമെൻറ്റ്സാണ് ബി കോംപ്ലിമെൻറ്റിൽ വരുന്നത്. ഇനി അടുത്തത് സി കോംപ്ലിമെൻ്റ് ആണ്. സി കോംപ്ലിമെൻ്റ് ഈക്വൽ ടു സെറ്റ്. സി കോംപ്ലിമെൻറ്റിൽ സിയിലില്ലാത്ത യുവിലുള്ള എലമെൻറ്റ്സ് ആണ്. അപ്പോൾ 1 സിയിലില്ല, അപ്പോൾ 1 നമുക്ക് എഴുതാം. പിന്നെ 2 സിയിലുണ്ട്, അപ്പോൾ എഴുതാൻ പറ്റില്ല. 3 സിയിലുണ്ട്, എഴുതാൻ പറ്റില്ല. 4 എഴുതാം. 5 സിയിലുണ്ട്, എഴുതാൻ പറ്റില്ല. 6 എഴുതാം. 7 സിയിലുണ്ട്, എഴുതാൻ പറ്റില്ല. പിന്നെ 8 സിയിലില്ല, അപ്പോൾ എഴുതാം. ഇങ്ങനെയാണ് നമ്മൾ കോംപ്ലിമെൻറ്റ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, കുറേ പ്രത്യേകതകൾ ഇതിനകത്തുണ്ട് അല്ലേ. എയും എയുടെ കോംപ്ലിമെൻറ്റും കൂടി ചേർന്നാൽ ആരെ കിട്ടും? നമുക്ക് യുവിനെ കിട്ടും. അപ്പോൾ ഒരു സെറ്റും അതിൻ്റെ കോംപ്ലിമെൻറ്റും കൂടി യൂണിയൻ എടുത്താൽ നമുക്ക് ആരെയാണ് കിട്ടുക? യൂണിവേഴ്സ് സെറ്റിനെ കിട്ടും. അതേപോലെ നോക്കിക്കോ, ബിയും ബിയുടെ കോംപ്ലിമെൻറ്റും യൂണിയൻ എടുത്താൽ എന്താ കിട്ടുക? 1, 2, 3, 4, 5, 6, 7, 8. അപ്പോൾ ബി യൂണിയൻ ബി കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞാൽ ആരെ കിട്ടും? യു കിട്ടും. അപ്പോൾ ഒരു ഗിവൺ സെറ്റും അതിൻ്റെ കോംപ്ലിമെൻറ്റും യൂണിയൻ എടുത്താൽ നമുക്ക് യൂണിവേഴ്സ് സെറ്റിനെ കിട്ടും. അപ്പോൾ ഇങ്ങനെ കുറേ പ്രത്യേകതകൾ ഈ യൂണിവേഴ്സ് സെറ്റിനുണ്ട്. നമുക്ക് നോക്കാം ഈ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന്, ഇതിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പ്രോപ്പർട്ടീസ് ഓഫ് യൂണിയൻ ഓഫ് സെറ്റ്സ് ആണ് നമ്മളിനി അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത്. പ്രോപ്പർട്ടീസ് ഓഫ് കോംപ്ലിമെൻറ്റ് സെറ്റ്സ്. അതിലാദ്യത്തെ പ്രോപ്പർട്ടി കോംപ്ലിമെൻറ്റ് ലോസ് ആണ്. അത് ഞാനിപ്പോൾ പറഞ്ഞ ഈ പ്രത്യേകത നമ്മൾ പെട്ടെന്ന് നോട്ട് ചെയ്യുന്നൊരു പ്രത്യേകതയാണ് ഈ കോംപ്ലിമെൻറ്റ് ലോസ്. എയും എ കോംപ്ലിമെൻറ്റും യൂണിയൻ എടുത്തു. നേരത്തെ എക്സാമ്പിൾ നമ്മൾ എടുത്തിരുന്നു. യൂണിയൻ എടുത്തപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? യൂണിവേഴ്സ് സെറ്റ്. അത് കോംപ്ലിമെൻറ്റിൻ്റെ പ്രത്യേകതയാണ്. അതുകൊണ്ട് നമ്മളതിനെ കോംപ്ലിമെൻറ്റ് ലോസ് എന്ന് എടുക്കുന്നു. അതുപോലെ എയിലില്ലാത്ത യുവിലുള്ള എലമെൻറ്റ്സ് അല്ലേ നമ്മൾ എ കോംപ്ലിമെൻറ്റിൽ എഴുതുന്നത്. അപ്പോൾ അത് രണ്ടും കൂടി ഇൻ്റർസെക്ഷൻ എടുത്താൽ എന്തായിരിക്കും കിട്ടുക? നൾ സെറ്റ് കിട്ടും. അതായത് എയിലുള്ള എലമെൻറ്റ്സ് ഒന്നും തന്നെ എ കോംപ്ലിമെൻറ്റിൽ ഉണ്ടാവില്ല. അപ്പോൾ ഇൻ്റർസെക്ഷൻ എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടുക? നൾ സെറ്റാണ് കിട്ടുക. അപ്പോൾ എയും എ കോംപ്ലിമെൻറ്റും യൂണിയൻ എടുത്താൽ യൂണിവേഴ്സ് സെറ്റ് കിട്ടും. അതുപോലെ എയും എ കോംപ്ലിമെൻറ്റും തമ്മിലുള്ള ഇൻ്റർസെക്ഷൻ എന്താണ്? നൾ സെറ്റാണ്. അപ്പോൾ ഈ ഒരു ലോയിനെ നമ്മൾ പറയുന്നത് കോംപ്ലിമെൻറ്റ് ലോസ് ആണ്. രണ്ടെണ്ണം ഉള്ളതുകൊണ്ട് കോംപ്ലിമെൻറ്റ് ലോസ് എന്ന് പറയുന്നു. ഇനി അടുത്ത ഒരു ലോ നോക്കാം നമുക്ക്. രണ്ടാമത്തെ ലോ, ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ലോ, ഡി മോർഗൻസ് ലോ. അതായത് ഈ ലോ ഇൻട്രൊഡ്യൂസ് ചെയ്ത മാത്തമാറ്റീഷ്യൻ്റെ പേരാണ് ഈ ഡി മോർഗൻ എന്ന് പറയുന്നത്. ആ ഡി മോർഗൻസ് ലോ ആണ് ഇത്. നമ്മൾ സെറ്റ് തിയറീൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലോ ആണെന്ന് പറയാം. ഇതെന്താണ് ഈ ലോയിൽ പറയുന്നത്? എ യൂണിയൻ ബിയുടെ കോംപ്ലിമെൻറ്റ്. അപ്പോൾ നമ്മൾ എയും ബിയും യൂണിവേഴ്സ് സെറ്റിൻ്റെ സബ്സെറ്റുകളാണല്ലോ. അപ്പോൾ ആ എ യൂണിയൻ ബിയും യുവിൻ്റെ സബ്സെറ്റാണ്. അപ്പോൾ
അപ്പോൾ അതിൻ്റെ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് എ കോംപ്ലിമെൻറ്റും ബി കോംപ്ലിമെൻറ്റിൻ്റെയും ഇൻ്റർസെക്ഷനോട് ഈക്വൽ ആയിരിക്കും. അതാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നത്. രണ്ട് തരത്തിൽ പറയുന്നുണ്ട് ഇത്. ഒന്ന് എ യൂണിയൻ ബി ഓൾ കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ്. ഇനി അടുത്ത രണ്ടാമത്തെ ലോ ശ്രദ്ധിക്കുക. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എ ഇൻ്റർസെക്ഷൻ ബി ഓൾ കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു എ കോംപ്ലിമെൻറ്റ് യൂണിയൻ ബി കോംപ്ലിമെൻറ്റ്. ഇത് ഓർത്ത് വെക്കാൻ നമുക്ക് എളുപ്പമാണ്. ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ എടുക്കുന്നത് യൂണിയൻ ആണെങ്കിൽ ഇപ്പുറത്തെ സൈഡിൽ റൈറ്റ് സൈഡിൽ വരുമ്പോൾ അതെന്തായി മാറുന്നുണ്ട്? ഇൻ്റർസെക്ഷൻ. ബ്രാക്കറ്റിനകത്ത് ഇൻ്റർസെക്ഷനാണ് എടുക്കുന്നതെങ്കിൽ റൈറ്റിലേക്ക് വരുമ്പോൾ യൂണിയനായിട്ട് മാറും. അപ്പോൾ ഓർത്ത് വെക്കുക, നന്നായിട്ട് ഓർത്ത് വെക്കുക. ഇത് വെരിഫൈ ചെയ്യുന്ന ചോദ്യങ്ങളൊക്കെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എക്സാമിനൊക്കെ എപ്പോഴും ചോദിക്കുന്ന ഒരു ടൈപ്പ് ചോദ്യമാണ് ഈ വെരിഫൈ ഡിമോർഗൻസ് ലോ എന്ന് പറയുന്നത്. ഇപ്പോൾ ഡിമോർഗൻസ് ലോൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്സ് നമുക്ക് നന്നായിട്ട് അറിയണം. എന്നിട്ടത് ന്യൂമറിക്കൽ എക്സാമ്പിൾസ് വെച്ചിട്ട് വെരിഫൈ ചെയ്യാനാണ്. ഇത് റിസൾട്ട് കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ്. അപ്പോൾ നന്നായിട്ട് ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓർത്ത് വെക്കണം. ഇനി മൂന്നാമത്തെ ഒരു ലോ നമുക്ക് നോക്കാം. മൂന്നാമത്തെ ലോ ഓഫ് ഡബിൾ കോംപ്ലിമെൻറ്റേഷൻ. അതായത് ഒരു സെറ്റിൻ്റെ കോംപ്ലിമെൻറ്റ് നമ്മൾ എടുക്കുന്നു, പിന്നെയും അതിൻ്റെ കോംപ്ലിമെൻ്റ് എടുത്താലോ ആ കോംപ്ലിമെൻറ്റിൻ്റെ കോംപ്ലിമെൻ്റ് എടുത്താൽ എന്താ കിട്ടുക? ഏതെന്നെ കിട്ടും? ഒരു കോമൺ സെൻസിൽ നമുക്ക് ഇത് പറയാവുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് നമുക്ക് വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. യു ഈക്വൽ ടു, നമ്മളെ യു എന്താണ്? 1 2 3 4 5 6 3 എടുക്കാം. നമുക്ക് എ എന്ന് പറയുന്ന സെറ്റ് നമുക്കൊരു ഓഡ് നമ്പേഴ്സ് എടുക്കാം. 1 3 5 ആയിട്ട് എടുക്കാം. ഞാൻ എ കോംപ്ലിമെൻറ്റ് എഴുതുന്നു. എന്തായിരിക്കും എ കോംപ്ലിമെൻറ്റ്? എയിലില്ലാത്ത യുവിലുള്ള എലമെൻറ്റ്സ്. അപ്പോൾ ഞാൻ എഴുതുന്നത് 2 4 6 ആണ് അല്ലേ? 2 4 6 ആണല്ലോ എയിലില്ലാത്ത യുവിലുള്ള എലമെൻറ്റ്സ്. ഇനി അതിനെ വീണ്ടും കോംപ്ലിമെൻ്റ് എടുത്താലോ? എ കോംപ്ലിമെൻറ്റിനെ വീണ്ടും ഒരു കോംപ്ലിമെൻ്റ് എടുത്താൽ എന്താ സംഭവിക്കുക? എ കോംപ്ലിമെൻറ്റിൽ ഇല്ലാത്ത യുവിലുള്ള എലമെൻറ്റ്സ് അതാരായിരിക്കും? ഈ 2ഉം 4ഉം 6ഉം അല്ലാത്ത മറ്റ് എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ്? 1 3 5 അല്ലേ? വീണ്ടും നമ്മൾ എവിടെ എത്തിയത് നോക്കിയേ? എ എന്ന് പറയുന്ന സെറ്റിലാണ് എത്തിയത്. അപ്പോൾ ഇവിടെ ഈ ലോയിൽ പറയുന്നത് ലോ ഓഫ് ഡബിൾ കോംപ്ലിമെൻ്റ്. അപ്പോൾ ഒരിക്കൽ കോംപ്ലിമെൻ്റ് നമ്മൾ എടുത്തു ഒരു സെറ്റിൻ്റെ, വീണ്ടും ആ കോംപ്ലിമെൻറ്റിൻ്റെ കോംപ്ലിമെൻ്റ് എടുത്താൽ അവിടെ എന്താ കിട്ടുന്നത്? സെയിം സെറ്റിലേക്ക് നമ്മൾ എത്തും. അപ്പോൾ ഇതാണ് ലോ ഓഫ് ഡബിൾ കോംപ്ലിമെൻറ്റേഷൻ. ഇനി അടുത്ത ഒരു ലോ നമുക്ക് നോക്കാം. ലോ ഓഫ് ഫൈ ആൻഡ് യു. അതായത് നമുക്കറിയാം ഈ നൾ സെറ്റിനും യൂണിവേഴ്സ് സെറ്റിനും ഒരുപാട് പ്രത്യേകത. നൾ സെറ്റിൽ എലമെൻ്റ് ഒന്നുമില്ല. യൂണിവേഴ്സ് സെറ്റിലോ ആ സബ്സെറ്റുകളെയൊക്കെ തന്നെ സൂപ്പർ സെറ്റായിട്ട് വരുന്ന ഒരു സെറ്റാണ് ആര്? യൂണിവേഴ്സ് സെറ്റ്. അപ്പോൾ ഇവിടെ ഫൈയുടെ കോംപ്ലിമെൻറ്റ്, ഫൈയിലാണെങ്കിൽ ഒരു എലമെൻറ്റും ഇല്ല. അപ്പോൾ ഫൈയിലില്ലാത്ത എലമെൻ്റ് എന്ന് പറഞ്ഞാൽ അതല്ലേ ഫൈ കോംപ്ലിമെൻറ്റ്. അപ്പോൾ യൂണിവേഴ്സിറ്റിയിലുള്ള മുഴുവൻ നമ്മൾ എഴുതണ്ടേ. അപ്പോൾ അവിടെ എന്താണ് കിട്ടുന്നത്? ഫൈ കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു യൂണിവേഴ്സ് സെറ്റ്. അതേപോലെ യൂണിവേഴ്സ് സെറ്റിൻ്റെ കോംപ്ലിമെൻ്റ് എന്ന് പറയുമ്പോൾ യൂണിവേഴ്സ് സെറ്റിൽ ഇല്ലാത്തതല്ലേ നമ്മൾ എഴുതേണ്ടതല്ലേ? യൂണിവേഴ്സ് സെറ്റിൽ ഇല്ലാത്തതെന്ന് പറയാൻ വേറെ ഉണ്ടാവില്ലല്ലോ. സബ്സെറ്റുകളിൽ എല്ലാ സബ്സെറ്റുകളിലും ഉള്ള എലമെൻറ്റ്സ് ഒക്കെ തന്നെ യൂണിവേഴ്സ് സെറ്റിലുണ്ട്. അപ്പോൾ യൂണിവേഴ്സ് സെറ്റിൽ ഇല്ലാത്തതെന്ന് പറഞ്ഞാൽ അതെന്താണ്? ഫൈ ആണ്. നൾ സെറ്റായിട്ടാണ് നമ്മൾ എഴുതുന്നത്. അപ്പോൾ ഫൈയുടെ കോംപ്ലിമെൻറ്റ് യൂണിവേഴ്സ് സെറ്റും യൂണിവേഴ്സ് സെറ്റിൻ്റെ കോംപ്ലിമെൻറ്റ് ഫൈയും ആണ്. ഇതാണ് നാലാമത്തെ ലോ. അപ്പോൾ ഇത്രയും ലോസ് ആണ് നമ്മൾ കോംപ്ലിമെൻറ്റിൻ്റെ പ്രത്യേകതകളായിട്ട് പറയുന്നത്. പ്രോപ്പർട്ടീസ് ഓഫ് കോംപ്ലിമെൻറ്റ്സ് നന്നായിട്ട് മനസ്സിലാക്കി വെക്കണം. നമ്മൾ യൂണിയൻ ഓഫ് സെറ്റ്സിലും ഇൻ്റർസെക്ഷൻ ഓഫ് സെറ്റ്സിലും ഒക്കെ തന്നെ പ്രോപ്പർട്ടീസ് പഠിക്കുന്നുണ്ട്. ഈ ഡിഫറൻസ് ഓഫ് സെറ്റ്സിന് പ്രത്യേകിച്ച് പ്രോപ്പർട്ടീസ് നമ്മൾ പറയുന്നില്ല. അതിനെ ഈ കോംപ്ലിമെൻ്റ് ഓഫ് സെറ്റ്സ് ഒരു ഡിഫറൻസ് ആണ് അല്ലേ? യു മൈനസ് എനെയാണ് നമ്മൾ എയുടെ കോംപ്ലിമെൻ്റ് ആയിട്ട് പറയുന്നത്. അപ്പോൾ ഇവിടെ കോംപ്ലിമെൻ്റ് ഓഫ് സെറ്റ്സിനാണ് പ്രോപ്പർട്ടീസ് ലിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നന്നായിട്ട് ഈ പ്രോപ്പർട്ടീസ് ഒക്കെ തന്നെ മനസ്സിലാക്കുക. ഇതൊക്കെ വൺ വേർഡ് ആയിട്ടൊക്കെ ഇടയ്ക്കൊക്കെ എക്സാമിന് വരാറുണ്ട്. അപ്പോൾ ഈ പ്രോപ്പർട്ടീസ് ഇമ്പോർട്ടൻ്റ് ആണ്, നന്നായിട്ട് മനസ്സിലാക്കാം. അപ്പോൾ അടുത്തൊരു സെഷനിൽ നമുക്കിതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് ചെയ്യാം.